ആമേൻ. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാനും ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാനും തക്കവണ്ണം വചനത്തിൽ സംസാരിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരുക്കിയ സാവകാശത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് മിനിസിസിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രകാരം ഒരു സാഹചര്യം ഒരുക്കിയതിനായിട്ട് ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന ഓൾറെഡി കർത്താവ് കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. അപ്പച്ച, നിന്റെ കരങ്ങളിലേറെ താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പ, പരിശുദ്ധാത്മാവയിലൂടെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ, കൃപ തരുന്നതേക്കായി നന്ദി. ശക്തിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന അപ്പ, ദൈവാത്മാവ് തന്നെ സംസാരിക്കണം. അപ്പാടെ കരങ്ങൾ ഏൽപ്പിക്കുന്ന യേശുവിന്റെ രക്തത്തിൽ ഒന്നുകൂടി കഴുകി അപ്പ ശുദ്ധീകരിച്ചതിനായി സ്തോത്രം. അപ്പാടെ കരങ്ങൾ ഏൽപ്പിക്കുന്ന സകല മഹത്വ നന്ദി അപ്പ. സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് നമ്പേഴ്സിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. സംഖ്യാപുസ്തകം അതിന്റെ 31 സംഖ്യാപുസ്തകം 31 അതിന്റെ 14 തൊട്ട് അതിൻ്റെ 17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. മോശയും പുരോഹിതൻ ഏലിയാസരും സഭയുടെ സകല പ്രഭുക്കന്മാരും പാളയത്തിന് പുറത്ത് അവരെ എതിരേറ്റ് ചെന്നു. എന്നാൽ മോശ യുദ്ധത്തിൽ നിന്ന് വന്നിട്ടുള്ള സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായി സൈന്യനായകന്മാരോട് കോപിച്ച് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ സ്ത്രീകളെ എല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു. ഇവരത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലെയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയുടെ ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധയുണ്ടാവാനും ഹേതുവായത്. ആകയാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആണിനെയൊക്കെയും പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും കൊന്നുകളയും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗം ഇതാണ്. നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു. അത് പറയാനുള്ള കാരണം അവിടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതിന് തൊട്ട് മുമ്പിൽ കാണാം മോശയുടെ കോപം നമുക്ക് കാണാം. അപ്പോൾ യുദ്ധം കഴിഞ്ഞ് വരുന്ന അവരുടെ ആ ലീഡേഴ്സിനോടാണ് മോസസ് സംസാരിച്ച് പറയുന്നത് എന്നാ, അവരോട് ദേഷ്യപ്പെടുക, അവരോട് കോപിച്ച് സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്തിട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അവിടെ അതിൻ്റെ കാരണം പറയുന്നത്, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നതിന് അതിൻ്റെ റീസൺ പറയുന്നുണ്ട്, എന്താണ് അവിടെ നടന്നതെന്ന്. അപ്പോൾ അവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവർ അത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലെയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയുടെ ദ്രോഹം ചെയ്യാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാവാനും ഹേതുവായി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് ഹിസ്റ്ററി ഒന്നും ആർക്കും ഇനി പറയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. സ്തോത്രം. ഇസ്രായേൽ മക്കള് ഈജിപ്തിൽ നിന്ന് വന്ന വഴിക്ക് നമുക്കറിയാം, അവര് യാത്ര മുന്നോട്ട് തുറന്ന് ചെങ്കടലൊക്കെ പിളർന്ന് അവർ മുന്നോട്ട് വന്ന വഴിക്ക് നമുക്കറിയാം സീഹോനെ കൊന്നു, ഓഗിനെ കൊന്നു. അങ്ങനെ അവരുടെ രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കി അങ്ങനെ മുന്നോട്ട് വന്ന് അവര് മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ പാളയം ഇറങ്ങിയ ശേഷം അവിടെ സംഭവിച്ച എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഹല്ലേലൂയ. അപ്പം ഈ ജനം അവിടെ വരുന്നതിന് മുമ്പ് നമുക്കറിയാം അവർക്ക് വെള്ളമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. അവർ ക്ഷീണിച്ചു. പിന്നെ കർത്താവ് അവർക്ക് വെള്ളം കൊടുത്തു, അത് വേറെ വിഷയം. പിന്നെ അവരുടെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ വിട്ടു. അതിന്റെ കാരണം അവരുടെ മനസ്സ് ക്ഷീണിച്ച് അവർ പ്രവർക്കാൻ തുടങ്ങി. അതൊക്കെ പറഞ്ഞു. പിന്നെ അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി മോശ അത് ഒരു പോളിന്റെ മേൽ ഉയർത്തി അതിലേക്ക് നോക്കിയവരൊക്കെ ജീവിച്ചു. ഈ കഥകളെല്ലാം നമുക്കറിയാം. ഇതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നീട് ഇവര് മൊവാബ് സമഭൂമിയിൽ എത്തിയ ശേഷം നടന്ന സംഭവമാണ് നമ്മൾ അതിന് ശേഷം നടന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ മൊവാബ് സമഭൂമിയില് അവർ പാളയം ഇറങ്ങിയ ശേഷം നമുക്കറിയാം ഇവിടെ ബിലെയാം എന്ന് പറഞ്ഞൊരു കള്ളപ്രവാചനം നമുക്ക് കാണാൻ പറ്റും. അനീതിയുടെ കൂലി കൊതിച്ച് അവൻ ഇറങ്ങി പുറപ്പെട്ടതാണ് ഈ വ്യക്തി, ബിലെയാം എന്ന വ്യക്തി. നമുക്കറിയാം അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത്. ബിലെയാം അവിടെ നിന്ന് ബിലെയാമിനെ ബാലാക്ക് വിളിപ്പിക്കുകയാണ്, മൊവാബിലെ രാജാവ് വിളിപ്പിക്കുകയാണ്, വന്നിട്ട് ഈ ജനത്തെ ശപിക്കുക. കാരണം സീഹോനെ കൊന്നതും അവരുടെ രാജ്യം പിടിച്ചടക്കിയതും ഓഗിനെ കൊന്നതും അവരുടെ രാജ്യം പിടിച്ചടക്കിയതും ഇതെല്ലാം ഈ മൊവാബ് ദേശത്തിലെ രാജാവ് കേട്ട് കഴിഞ്ഞപ്പം പുള്ളിക്ക് മനസ്സിലായി ഇവരുടെ നേരെ യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ തോറ്റു പോകത്തേ ഉള്ളെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ഇനി ഇവരെ തോപ്പിക്കാനുള്ളൊരു വഴി എന്നാ? ഇനി ഇവരെ തോപ്പിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഇവരെ അല്ലാതെ തോപ്പിക്കാൻ പറ്റത്തില്ല. കാരണം മറ്റേ 2 കൂട്ടരും ചെന്നു, അവരും അവരുടെ ദേശമൊക്കെ പോയി, അവരുടെയും കാറ്റുപോയി. ഇനിയിപ്പം ഞാനിവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഗതി ഇതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ള മനസ്സിലായപ്പോൾ പുള്ളി വേറെ രീതി ചിന്തിക്കുവാണ്. എങ്ങനെ ഇവരെ തോപ്പിക്കാം, എങ്ങനെ ഇവരുടെ ബലം കുറയ്ക്കാം, ഇവരുടെ മേലെ എങ്ങനെ ജയമെടുക്കാൻ പറ്റും. അതിന് പുള്ളി കണ്ടുപിടിച്ചൊരു ഉപായമാണ് എങ്ങനെയല്ലേ ഇവരുടെ മേലെ ഒരു ശാപം കൊണ്ടുവരുത്തിപ്പിക്കുക. അമ്മേൻ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവരെ ശപിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ശപിക്കാൻ വേണ്ടിയിട്ടാണ്
വലിയ ഓഫറൊക്കെ കൊടുത്ത് ഇവിടെ കൊണ്ടുവരുന്നത്. സ്തോത്രം. അപ്പം ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതെയാണ് വന്നത്. അതെല്ലാം നമുക്കറിയാം, നമുക്ക് ആ ഭാഗത്തോട്ട് പോകുന്നില്ല. അപ്പൊ ഇവരെ കൊണ്ടുവന്നിട്ട് ഈ ബാലാക്ക് ബിലയാമിനെ പറയുവാണ്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ചുരുക്കി നോക്കുവാണെങ്കിൽ 3 സ്ഥലത്ത് നിന്ന് ഇവരെ മാറി മാറി കാണിച്ചു കൊടുക്കുവാണ്. 3 സ്ഥലത്ത് കൊണ്ടുപോയി. ആദ്യത്തെ സ്ഥലം അതിന്റെ നമ്പേഴ്സിന്റെ 22 അതിന്റെ 41 വായിക്കുമ്പോൾ കാണാം, ബാമോത്ത് ബാലിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിസ്ക കൊടുമുടിയിൽ സോഫീം എന്ന മുകൾ പരപ്പിലേക്ക് അവനെ കൊണ്ടുപോയി അവിടെ കൊണ്ട് നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ അതിന്റെ 23ന്റെ 28 കാണാം, മരുഭൂമിക്കെതിരെയുള്ള പെയോർ മലയുടെ മുകളിൽ കൊണ്ടുപോയി. അപ്പം 3 സ്ഥലത്ത് മാറ്റി നിർത്തി ഈ ബിലയാമിനെ കൊണ്ട് ഈ ബാലാക്ക് ഇവരെ ശപിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ പ്രഭുക്കന്മാരും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുക. പക്ഷേ ദൈവം അനുഗ്രഹിച്ചവരെ ആർക്കെങ്കിലും ശപിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതാണ് നമുക്ക് കാണാൻ പറ്റുന്ന സംഖ്യാപുസ്തകത്തിനകത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന അതിന്റെ 23-20, അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം ആർക്കും മറിച്ചുകൂടാ. ഒരു പ്രവാചകനാകട്ടെ എത്ര കാശ് കൊടുത്തിട്ട് ഈ എന്നാക്ക വേഷം കെട്ടി ഇറങ്ങി എന്തൊക്കെ പറഞ്ഞാലും കാരണം കൂടാതെ ഒരു ശാപവും നമ്മളുടെ മേൽ ഏശുകയില്ല. കാരണം കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മളത് വിശ്വസിച്ച് ഏറ്റെടുത്ത് നിന്ന് ദൈവത്തിന് സ്തോത്രം പറയുന്നിടത്തോളം കാലം ഈ പറയപ്പെട്ട ഒന്നും ഏശാൻ പോകുന്നില്ല നമ്മൾ. പക്ഷെ ദൈവത്തിന്റെ ജനത്തെ ഇതുപോലെ ശപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അവനൊരു ട്രയൽ നടത്തിയതാണ്. അത് നടക്കുമല്ലെന്ന്. പക്ഷേ ശപിക്കാനായിട്ടാണ് ഒക്കെയാണ് കൊണ്ടുവന്നെങ്കിലും പറഞ്ഞ് എനിക്ക് ദൈവം പറയുന്നതല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ലെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ അവന്റെ വായിന്ന് വന്നത് മുഴുവൻ ഇതാ, ദൈവം അനുഗ്രഹിച്ചിരിക്കുക, എനിക്ക് മറിച്ചുകൂടാ, എന്നെ കൊണ്ടത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ ജനം ഇത് അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, കാട്ടുപോത്തിന്റെ ബലമുള്ള ജനമാണ്. ഇതെല്ലാം പറയുമ്പോ തന്നെ നമുക്കറിയാം ബിലയാമിന്റെ മുമ്പിൽ ദൈവം അവനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇതാ. പക്ഷെ ഈ ജനത്തിന്റെ യഥാർത്ഥ അവസ്ഥയല്ല. ശാഠ്യമുള്ള ജനം, മത്സരമുള്ള ജനം, പിറുപിറുക്കുന്ന ജനം, ലീഡേഴ്സിനെതിരെ നിൽക്കുന്ന ജനം, പെട്ടെന്ന് ഈജിപ്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഹൃദയമായിട്ട് നിൽക്കുന്ന ജനം. പക്ഷെ എന്നാലും ഹല്ലേലൂയ, കർത്താവ് ഇവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, അവരെ അനുഗ്രഹിക്കപ്പെട്ട ജന, ഇവരിങ്ങനത്തെവരാ. അങ്ങനെ നമുക്കറിയാം, അതിനകത്തെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. ഇവിടെ ഒന്നും ബിലയാമിനെ കൊണ്ട് ഇവരെ ശപിച്ച് ഇവരുടെ മേലൊരു ശാപം വരുത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചേയില്ല. സ്തോത്രം. അപ്പം അവൻ ചെയ്ത് എന്തുവാ? അവര് പറഞ്ഞു, ഓരോ സ്ഥലത്ത് കൊണ്ട് നിർത്തുമ്പോഴും പറഞ്ഞു 7 യാഗപീഠം. അപ്പൊ 7 യാഗപീഠം 3 സ്ഥലത്ത് വെച്ച് പണിതപ്പോ എത്രയായി? 21 യാഗപീഠങ്ങൾ. എന്നിട്ട് അവിടെ എല്ലാം ഓരോ ആട്ടുകൊറ്റനെയും ഓരോ കാളേനെയും ഓരോ യാഗപീഠത്തിന്റെ മേലെ വെച്ചു. അപ്പൊ 21 ആട്ടുകൊറ്റന് 21 കാളയും, അപ്പൊ മൊത്തം 42 മൃഗം. അപ്പം 21 യാഗപീഠങ്ങളും ഇത്രയും മൃഗങ്ങളും ഇതെല്ലാം ചെയ്തിട്ടും ഒരു രക്ഷയില്ല, അവർക്ക് അടുക്കാൻ പറ്റുന്നില്ല. ഇവനെ ശപിക്കാനായിട്ട് ഒരു രീതിയിലും അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ അവിടെ അനുവദിക്കുന്നില്ല. ദൈവ മക്കളെ അങ്ങനെ ശപിക്കാൻ ദൈവം അവരെ ആ ബിലയാമിനെ, നീ എത്ര വലിയ ഓഫർ കൊടുത്താലും, നീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും, ആരെന്തൊക്കെ തരാന്ന് പറഞ്ഞാലും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് മറിക്കാൻ ആരെ കൊണ്ടും സാധ്യമല്ല. ആർക്കും അത് പറ്റുന്ന ഒരു കാര്യമല്ല. സ്തോത്രം. അതുകൊണ്ട് ആ ഒരു ഉറപ്പ് നമുക്ക് ഇന്ന് പകൽക്കാലമായിരിക്കാം. പക്ഷെ എന്നിട്ട് തിരിച്ച് ഈ ബാലാക്കിന് ദേഷ്യം വന്നു, നീ എന്ത് പരിപാടി, ഞാൻ നിന്നെ ശപിക്കാൻ വിളിച്ചോണ്ട് വന്നപ്പോ നീ അവരെ അനുഗ്രഹിച്ചോണ്ടിരിക്കുക. അപ്പോഴേ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന്. എന്നിട്ട് അവസാനം ബാലാക്കിനോട്, നിനക്ക് വരുന്ന അവസ്ഥ നീ കേട്ടോ എന്ന് പറഞ്ഞ് ബാലാക്കിനുള്ളതും ബിലയാം കാര്യമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തു. അതിന് ആ പ്രവചനം നമ്മൾ നോക്കുന്നില്ല. അങ്ങനെയെല്ലാം പറഞ്ഞ ശേഷം പക്ഷെ ഈ പുള്ളി പോയ വഴിക്ക് ഒരു കാര്യം ചെയ്തു. നമ്മൾ അതാ വായിച്ചത്. ഹല്ലേലൂയ. ശാപം എന്ന് പറഞ്ഞ പരിപാടി അതിവരെ പറ്റത്തില്ല. സ്തോത്രം. ഇതുകൊണ്ട് നിനക്ക് അവരെ തോപ്പിക്കാൻ, ഇത് അവരുടെ മേൽ വിളിച്ചു വരുത്താൻ എന്റെ വായിന്ന് ഇത് പോകത്തില്ല. കാരണം ദൈവം എന്നെ അനുവദിക്കുന്നില്ല അത് ചെയ്യാൻ. പക്ഷെ അവൻ പോയപ്പോ ഒരു കാര്യം ചെയ്തു. അതാണ് ഇവരൊരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവരുടെ ബലം ക്ഷയിപ്പിച്ച് കളയണം. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ പെണ്ണുങ്ങളെയൊക്കെ അങ്ങോട്ട് വിട്ടാൽ മതി. അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അവളുമാരെ കാര്യം ശരിയാക്കിക്കോളും. ഹല്ലേലൂയ. എന്നിട്ട് എന്നാ പറ്റിയേ? ഈ അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനം, ഹല്ലേലൂയ, 25:1 പറയുന്നു, ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മൊവാബ് സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. കണ്ടോ? അപ്പൊ ആ ചെയ്തത് എന്തുവാ? അത് ആരുടെ ഉപദേശപ്രകാരമാ? അവിടെ പറഞ്ഞിരിക്കുന്നത് 31
17 പറയുന്നു, ഇസ്രായേൽ മക്കൾ ഈ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാകുവാനും ഹേതുവായി. ആരുടെ ഉപദേശത്താൽ? ബിലെയാമിന്റെ ഉപദേശത്താൽ. ഇതെപ്പോ അവൻ ഉപദേശിച്ചു? ഹല്ലേലൂയ. നമ്മൾ വേറെ എപ്പോഴും കാണുന്നില്ല. പക്ഷെ ഇവൻ എപ്പോ ഉപദേശിച്ചു? പോകുന്നതിന് മുമ്പ് ഒരു പരിപാടി ഒപ്പിച്ച്. ഹല്ലേലൂയ. വേറെ ഒന്നും ചെയ്യണ്ട, നമ്മുടെ പെണ്ണുങ്ങളെ അങ്ങോട്ട് വിട്ടേച്ചാൽ മതി, ഇവര് ശരിയാക്കിക്കോളും. ഹല്ലേലൂയ. നോക്കിക്കേ, സ്തോത്രം. ശപിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെ ശാപം വരാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെ ഇവനെ കൊണ്ട് അനുഗ്രഹിപ്പിച്ചിട്ടാ പോയത്. പക്ഷേ അത് നടക്കുകയല്ലെന്ന് കണ്ടപ്പം, സ്തോത്രം, അവൻ കൊടുത്ത ഐഡിയ കണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് എന്തു പറ്റി? ഈ സ്ത്രീകളുമായിട്ട് പരസംഗം തുടങ്ങിയത് നിമിത്തം, അവർ ചെയ്തത് നിമിത്തം നമുക്കറിയാം ഒരു വലിയൊരു ബാധ ഇസ്രായേൽ മക്കളുടെ നടുവിൽ വന്നു. അതിനുശേഷം 24,000 പേരാണ് അവിടെ മരിച്ചുപോയത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു വലിയൊരു സങ്കടത്തിന്റെ അവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനം കടന്നുപോയി നമുക്കറിയാം. അതിനുശേഷം 31 നമ്മൾ വായിച്ച ആ അധ്യായത്തിനകത്ത് പറയുന്ന, അനന്തരം യഹോവ മോശയോട് അരുളി ചെയ്ത്, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ മോവാബിനെയൊക്കെ നശിപ്പിക്കാൻ അവിടെ പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മിദ്യാന്യരോട് പ്രതികാരം നടത്തുക. അതിന്റെ ശേഷം നീ നിന്റെ ജനത്തോട് ചേരും. അങ്ങനെ 1000 പേരെ 12 ഗോത്രത്തിൽ നിന്ന് വെച്ചിട്ട് ഇവരെല്ലാവരും പോയി ഇവർക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ നശിപ്പിക്കാൻ കർത്താവ് പറഞ്ഞതാ. നശിപ്പിക്കാൻ പറഞ്ഞപ്പോ ഇവരെന്താക്കെ നശിപ്പിച്ചെന്നറിയാവും? മിദ്യാന്യരോട് യുദ്ധം ചെയ്ത ആണുങ്ങളെയൊക്കെ കൊന്നു. പിന്നെ അവർ ചെയ്ത് അവരുടെ 5 രാജാക്കന്മാരെ കൊന്നു. അതും വെരി ഗുഡ്. അടുത്തത് അവരുടെ സമ്പത്തൊക്കെയും കൊള്ളയിട്ടു. വെരി ഗുഡ്. അവർ പാർത്തിരുന്ന എല്ലാ പട്ടണങ്ങളും എല്ലാ പാളയങ്ങളും തീയിട്ട് ചുട്ട് കളഞ്ഞു. അതും വെരി നൈസ്. ഹല്ലേലൂയ. ഇതിനുശേഷം ഇവരെന്ത് ചെയ്തറിയാമോ? ഈ സ്ത്രീകളെ ഇവർ കൊന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്ത്രീകളെ കൊന്നില്ല, പക്ഷെ ആണുങ്ങളെ കൊന്നു, അവരുടെ രാജാക്കന്മാരെ കൊന്നു, അവരുടെ കൊള്ള എടുത്തോണ്ട് പോന്നു. പിന്നെ എന്നാ, പാളയങ്ങളെയൊക്കെ തീയിട്ട് ചുട്ടും കളഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് വളരെ സന്തോഷത്തോടെ മോശയുടെ അടുത്ത് വരുക. മോശയുടെ അടുത്ത് വന്നപ്പം മോശയുടെ കാഴ്ചപ്പാടല്ലായിരുന്നു യുദ്ധത്തിന് പോയവരുടെ. 2 പേരുടെയും കാഴ്ചപ്പാടുകൾ രണ്ടും രണ്ടാ. ഹല്ലേലൂയ. യുദ്ധത്തിന് പോയവർ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അവരെ കൊന്ന് ഇവരെ കൊന്ന് ആണുങ്ങളെ കൊന്ന് രാജാക്കന്മാരെ കൊന്ന് ഞങ്ങൾ പട്ടണങ്ങൾ പിടിച്ചിട്ടുണ്ട്, ദേ കൊള്ള, ഇതെല്ലാം ആയിട്ടാണ് വന്ന് വളരെ ഭയങ്കര ടെസ്റ്റിമണി പറയാനായിട്ട് വരുമ്പോഴത്തേനും മോശ ഇതെല്ലാം കേട്ട് ചിരിക്കാനൊന്നും നിന്നില്ല. മോശ ഇവളുമാരെ കണ്ടപ്പോഴേ മോശ എന്നെ പറ്റി ഭയങ്കരമായിട്ട് ആരിശം ഇവരെ എതിരേറ്റ് ചെന്നതാണ്. ചെന്നപ്പോ കോപിച്ചിട്ട് മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹാവ് യു കെപ്റ്റ് ഓൾ ദ വുമൺ അലൈവ്? നീ സ്ത്രീകളെ നീ ജീവനോടെ വെച്ചോ. അതിന്റെ കാരണം എന്നാ? ഒന്ന്, ഇസ്രായേൽ മക്കളോട് ദ്രോഹം ചെയ്യാൻ ഈ സ്ത്രീകളായിരുന്നു കാരണമായിരുന്നത്. ഹല്ലേലൂയ. യഹോവയോട് ദ്രോഹം ചെയ്യാൻ ഈ സ്ത്രീകൾ കാരണമായി. ഹല്ലേലൂയ. പിന്നെ അവരുടെ സഭയിൽ ബാധ ഉണ്ടാകുവാൻ കാരണമായവരാണ് ഇവർ. ഹല്ലേലൂയ. പക്ഷേ ഇവർ യുദ്ധത്തിന് അവിടെ ചെന്നപ്പം ഇവരിതൊന്നും ഓർത്തില്ല. ഇവരെ വെച്ചോണ്ടിരിക്കാൻ കൊള്ളത്തില്ല, ആണുങ്ങളെയും രാജാക്കന്മാരെയും കൊന്നാ പോരാ. ഇവരാണ് ബിലെയാമിന്റെ ഉപദേശം കേട്ട് നമ്മുടെ അടുത്ത് വരാൻ റെഡിയായിട്ട് നിൽക്കുന്ന ടീമുകൾ. ഇവരാണ് ഈ ബിലെയാമിന്റെ ഉപദേശത്തിന് ചെവി കൊടുത്ത് മുന്നോട്ട് വന്നത്. ഇങ്ങനെ വന്നവരെ മിച്ചം വെച്ചേക്കരുതെന്ന് ചിന്തിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ മോശയ്ക്ക് അത് മനസ്സിലായി. ഇനിയും ഇവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇനിയും ഇവരെ ഈ സഭയിൽ ഇനി ഇവരുടെ കൂട്ടത്തിൽ ഈ മിദ്യാനി സ്ത്രീകളെ ഇവരെ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നത്തെ കാര്യമൊന്നും പറയണ്ട. കാരണം പണ്ടത്തെ അവരുടെ സ്വഭാവം അറിയാം. കാരണം മുമ്പ് ഇവര് നിമിത്തമാണ് ഇങ്ങനെ ഒരു വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നാ പറഞ്ഞ്, നിങ്ങൾ എന്തിനാ ഈ സ്ത്രീകളെ ജീവനോടെ വെച്ചത്? ഹല്ലേലൂയ. നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ നശിപ്പിച്ചു, പക്ഷേ ദൈവത്തോട് ദ്രോഹം ചെയ്യാൻ, യഹോവയോട് ദ്രോഹം ചെയ്യാനും നമ്മളെ ഇത്രയും പ്രശ്നത്തിലാക്കിയ ഈ സാധനം, ഈ വ്യക്തികളെ നിങ്ങൾ വെച്ചോണ്ടിരുന്ന എന്തിനാ? ഹാവ് യു കെപ്റ്റ് ഓൾ ദീസ് വുമൺ അലൈവ്? നിങ്ങൾ ഈ സ്ത്രീകളെ ജീവനോടെ വെച്ചു. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ഇത് പഴയ നിയമത്തിനകത്ത് അവര് ദൈവത്തോട് ദ്രോഹം ചെയ്യാനും ദൈവഹിതമല്ലാത്തത് ചെയ്യാനും, ഹല്ലേലൂയ, അത്രയും പേർക്കൊരു വലിയ ബാധ ഉണ്ടാകുവാനും കാരണമായി തീർന്നത് ബിലെയാമിന്റെ ഉപദേശത്തിന് കീഴ്പ്പെട്ട ആ സ്ത്രീകളായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും, ഒരു ബിലെയാമിനെയും കൊന്നു. സ്തോത്രം. ഈ ബിലെയാമിനെ ശരിപ്പെടുത്തിയിട്ട് അവർ വന്നേ. പക്ഷെ ഇതൊന്നും മോശയെ സന്തോഷിപ്പിച്ചില്ല. കാരണം മോശ ദൈവത്തിന്റെ വചനം മോശയ്ക്കറിയാം. മോശയോട് പറഞ്ഞ അവരെ പോയി നശിപ്പിക്കാനാ പറഞ്ഞേ. ഹല്ലേലൂയ. പക്ഷേ അവിടെ പറഞ്ഞെങ്കിൽ അവൻ മിദ്യാനോട് യുദ്ധം ചെയ്ത ആണുങ്ങളെയൊക്കെ ഇതെല്ലാമായിട്ട് വന്നിട്ടും മോശയ്ക്ക് അത് സന്തോഷം. കാരണം ദൈവത്തിന്റെ ഹിതമല്ലായിരുന്നു ഇങ്ങനെ ഒരു ടീമിനെ മിച്ചം വെക്കുക എന്നുള്ളത്.
ഇതിലെന്നെ പറഞ്ഞത് അത് അക്സെപ്റ്റബിൾ അല്ലാത്തത് കൊണ്ട് പിന്നീട് നമുക്കവിടെ കാണാൻ പറ്റും അവർ ആ സ്ത്രീകളെ, പുരുഷനോടുകൂടി ശയിക്കാത്ത സ്ത്രീകളെ അവർ കൊന്നു എന്നുള്ളത് നമുക്കവിടെ വായിക്കാൻ പറ്റും. അപ്പം ഹല്ലേലൂയ, നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പം നമ്മുടെ ആത്മീക ജീവിതം ഒന്നെടുത്ത് ഹല്ലേലൂയ, നമ്മുടെയും പണ്ടത്തെ ജീവിതം എങ്ങനെയായിരുന്നു? ഹല്ലേലൂയ, പിശാചിനാൽ പ്രേരിപ്പിക്കപ്പെട്ട് പിശാചിനാൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കൂട്ടുകാരുടെ കൂടെയും പിശാചിനാൽ കൊണ്ടുവരിപ്പിക്കപ്പെട്ടുള്ള മാനുഷിക കൽപ്പനകളുടെയും പിശാചിനാൽ അധിഷ്ഠിതമായിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ പ്രേരണയാൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന പല പല ചിന്തകളിലും വികാരങ്ങളിലും വിചാരങ്ങളിലും ഒക്കെ പെട്ട് കിടന്നവരല്ലേ നമ്മൾ. നമുക്കറിയാലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഓരോരോ പ്രവൃത്തികളും അത് നിമിത്തം നമുക്ക് എന്തെല്ലാം കോൺസിക്വൻസസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാലോ. ഹല്ലേലൂയ, നമ്മുടെ മനസ്സ് അതൊക്കെ നിമിത്തം എത്രമാത്രം പൊല്യൂട്ടഡ് ആയിട്ട് പോയിട്ടുണ്ട്. ഹല്ലേലൂയ, എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഹല്ലേലൂയ, നമ്മൾ ദൈവത്തെ അനുസരിക്കാനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ജീവിതം സമർപ്പിച്ച് കഴിയുമ്പം ഹല്ലേലൂയ, നമ്മൾ പിന്നെയും ദൈവത്തിന് ഹിതത്തിന് എതിരായിട്ട് നിന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ, നമ്മൾ അത് ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? സ്തോത്രം. നമ്മളെ എന്തിനാ പഴയ നിയമത്തിൽ ഇവിടെ നമ്മൾ കാണാം, അവർക്ക് ദൈവത്തോട് ഹിതമല്ലാത്ത കാര്യം ചെയ്യാൻ അവരുടെ അത്രയും പേര് അവരുടെ ജീവൻ അവിടെ പോകാൻ കാരണം ഈ സ്ത്രീകളായിരുന്നു. അവര് വിലിയാമിന്റെ ഉപദേശം കേട്ടവരായിരുന്നു. നശിപ്പിക്കാൻ പറഞ്ഞപ്പം അവരെ നശിപ്പിക്കാതെ വേറെ പല കാര്യങ്ങൾ നശിപ്പിച്ചേച്ച് കുറച്ച് ബാക്കി പൂർണ്ണമായിട്ടും ചെയ്യേണ്ട കാര്യത്തിലൂടെ അത് ചെയ്യാതെ അത് മനസ്സിലാക്കാനുള്ളൊരു കാഴ്ചപ്പാടില്ലാതെ സന്തോഷത്തോടെ വന്നപ്പോൾ മോശ അവിടെ കോപിച്ചു. അവരെ കൊണ്ട് പിന്നീട് നിങ്ങളെ കൊല്ലിപ്പിച്ചുവെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെയും ജീവിതത്തിൽ ഇന്നും ദൈവഹിതമല്ലാത്തത് എന്താണ് ഇന്നും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്? ഹൗ വി കെപ്റ്റ് ഓൾ ദീസ് വുമൺ അലൈവ്? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത കാര്യം നമ്മൾ മരിപ്പിക്കാതെ ഇന്ന് ജീവനോടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എന്താ? ആമേൻ. നമ്മൾ ചർച്ചിൽ പോകുന്നുണ്ട്, നമ്മൾ വചനം വായിക്കുന്നുണ്ട്, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാലും കർത്താവ് നശിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ പൂർണ്ണമായിട്ട്? ഹല്ലേലൂയ. കാരണം നമ്മൾ എഫേസ്യ ലേഖനത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മുമ്പേ നമ്മൾ ആരായിരുന്നു. ഹല്ലേലൂയ, അതാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ കാണാം. നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിനും മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ആമേൻ. നമ്മളും പണ്ട് ഹല്ലേലൂയ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നമ്മളും ജഡത്തിന്റെ മനോവികാരങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് നടന്ന പാർട്ടികളാണ് നമ്മളും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പിന്നെയുണ്ട്, മുമ്പേ നമ്മൾ പ്രകൃതിയാൽ ജാതികളായിരുന്നു. മുമ്പേ നമ്മൾ അഗ്രചർമ്മികളായിരുന്നു. സ്തോത്രം. ഹൃദയത്തിലൊന്നും ഒരു പരിച്ഛേദന ഇല്ലാതെ നടന്ന ടീമുകളായിരുന്നു നമ്മൾ. അതുപോലെ എഫേസ്യ ലേഖനം 4 വീണ്ടും പറയുന്നുണ്ട്, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായ അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നകന്ന് മനം താഴ്മിച്ചു പോയവരാകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായ പുതുക്കം പ്രാപിച്ചു. അപ്പം നമ്മൾ എങ്ങനെയായിരുന്നു മുമ്പിലത്തെ നടപ്പ്? ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. അപ്പം നമുക്കും ഉണ്ടായിരുന്നു ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ഒരു പഴയ മനുഷ്യൻ. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. ഹല്ലേലൂയ. അതിന് കാരണം എന്നാ? അതിന്റെ മുകളിലെ ബാക്കിയ ലിസ്റ്റ് നമുക്ക് പിന്നെ ചിന്തിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. മുമ്പേ നമ്മൾ ജാതികളായിരുന്നു, മുമ്പേ നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു, മുമ്പേ നമ്മൾ വ്യർത്ഥ പാരമ്പര്യങ്ങളിൽ കിടന്നവരായിരുന്നു, മുമ്പേ നമ്മൾ മാനുഷിക കൽപ്പനകൾക്ക് അനുസരിച്ച് കിടന്നവരായിരുന്നു, മുമ്പേ നമ്മൾ ദിവസങ്ങളും മാസങ്ങളും ആണ്ടുകളും ഓരോരോ പരിപാടികളൊക്കെ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ മറവിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തവരായിരുന്നു.
നമ്മൾ വ്യർത്ഥമായ പാരമ്പര്യത്തെ നമ്മൾ ഫോളോ ചെയ്ത് വന്നവരായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ മോഹങ്ങൾക്കനുസരിച്ച് നമ്മൾ നടന്നവരായിരുന്നു. നമ്മൾ പണ്ട് സിനിമയും സീരിയലും കണ്ട് നടന്നവരായിരുന്നു. നമ്മൾ പണ്ട് ഇങ്ങനെ ഈ പറയപ്പെട്ട രാഹുകാലം കുറെ പരിപാടികളുണ്ടല്ലോ, ഈ പരിപാടികളൊക്കെ പണ്ട് നമ്മൾ ചെയ്ത് വന്ന ടീമുകളായിരുന്നു. നമ്മൾ ദൈവഹിതമല്ലാത്ത സ്ഥലത്തും പോയിട്ടുള്ള വ്യക്തികളാണ്. ദൈവഹിതമല്ലാത്ത ചിന്തിച്ച് നമ്മൾ നുണ പറഞ്ഞും കുശുകുശത്തും കുറ്റങ്ങൾ പറഞ്ഞും നമ്മൾ ഇങ്ങനെ എല്ലാം ജീവിച്ച് വന്ന ടീമുകളായിരുന്നു. നമ്മൾ മുമ്പേ ഇരുളായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് വന്നിരിക്കുവാണ്. പക്ഷെ ഈ വെളിച്ചത്തിലേക്ക് വന്നു, അത് ശരിയാണ്. പക്ഷെ എന്നാലും ഹല്ലേലൂയ, അവരോട് പറഞ്ഞ പോലെ നിങ്ങൾ പുരുഷന്മാരെ കൊന്നു, രാജാക്കന്മാരെ കൊന്നു, അതെല്ലാം ശരിയാണ്. പക്ഷെ ഈ സ്ത്രീകളെ ഈ പ്രശ്നം ഉണ്ടാക്കാൻ, ഹല്ലേലൂയ, യഹോവയോട് ദ്രോഹം ചെയ്യാൻ, സ്തോത്രം, ഈ വലിയൊരു ബാധ അവിടെ വരാൻ കാരണമായവരെ നിങ്ങൾ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവഹിതമല്ലാതെ മരിപ്പിക്കാതെ ഇരിക്കുന്ന വിഷയങ്ങൾ ഏതാ? ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വേറെ പലതും ചെയ്യുന്നുണ്ടായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരിക്കും. പക്ഷെ എന്നാലും എവിടെയാണ് ഇനിയും ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്? ഏത് പാപ സ്വഭാവമാണ്? ഹല്ലേലൂയ. നമ്മൾ ഇന്നും മിച്ചം വെച്ചിട്ടുണ്ടോ? ഇന്നും നമ്മൾ അതിനെ നിസ്സാരമായി കാണുവാണ്. ഓ, അത് സാരയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് ചിലപ്പോൾ നമ്മൾ ആത്മീയതയുടെ മറവിൽ ശൗൽ അങ്ങനെയാ ചെയ്ത്. ശൗലിനോടും പറഞ്ഞു അമാലേക്കിനെയൊക്കെ പോയി കൊല്ലാൻ. അവിടെ ചെന്നപ്പോൾ എന്നാ പറ്റിയേ? ഹല്ലേലൂയ, കൊന്നു. പക്ഷെ അവിടുത്തെ രാജാവിനെയും കൊന്നില്ല, തടിച്ച മേത്തരമായതിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അന്നേരം ശമൂലിൻ്റെ അടുത്ത് വന്നത് ശമൂൽ എന്നെ പറഞ്ഞു, ഞാൻ എന്നെ ഈ മുക്കറയൊക്കെ കേൾക്കുന്നത്? അന്നേരം എന്നാ പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ അത് ആത്മീയതയുടെ മറവിൽ കൊണ്ടുവന്ന, പക്ഷെ അത് ആർക്കാകും കഴിക്കാനോ? ദൈവത്തിന് വേണ്ട. ദൈവം നശിപ്പിച്ച് കളയാൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ നമ്മൾ വെച്ചോണ്ടിരുന്നിട്ട് ദൈവത്തിന്റെ പേരിൽ അത് അക്സെപ്റ്റബിൾ ആവുമെന്ന് ചിന്തിക്കുകയേ വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ദൈവകാര്യങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഇനിയും മരിപ്പിച്ച് കളയാൻ, വാട്ട് ഈസ് ദാറ്റ് ഈസ് സ്റ്റിൽ ആക്റ്റീവ് ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിനകത്ത് ഇപ്പോഴും ദൈവഹിതമല്ലാതെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന എന്നാ? അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിനകത്ത് പറയുന്നത്. കൊലോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, അതിൻ്റെ 5 തൊട്ട്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയെ, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഞാൻ എന്നെ കൂടി ചേർത്തായിട്ട് പറയുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ മാത്രം പറയുവാന്ന്. നിങ്ങളെല്ലാവരെയും പറഞ്ഞ് ഞാൻ ഇതാന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. സ്തോത്രം. അത് നമ്മുടെ പാസ്റ്റാണ്. മുമ്പേ നമ്മൾ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവ ഒക്കെ വിട്ടുകളയുവിൻ. നമ്മൾ വിട്ടുകളയാത്തത് വല്ലതും ഉണ്ടോ ഈ പറഞ്ഞ ലിസ്റ്റിനകത്ത്? ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വിഗ്രഹാരാധന കാണത്തില്ലായിരിക്കും. സ്തോത്രം. അതിരാഗം, അങ്ങ് നമ്മൾ ഓരോന്ന് നോക്കുക, ദുർനടപ്പ്, ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും കോപം നമ്മളിൽ നിൽക്കുന്നുണ്ടോ? നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഭാഷണങ്ങളൊക്കെ എങ്ങനെയാ? ദുർഭാഷണമാണോ അതോ നല്ല ഭാഷണമാണോ? സ്തോത്രം. മുമ്പേ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്. മുമ്പേ ഇത് തന്നെയായിരുന്നു നമ്മൾ ദൈവവുമായിട്ട് ശത്രുക്കളായിരുന്നത്. ഹല്ലേലൂയ. അത് നമ്മൾ പിന്നെയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പണ്ടും നമ്മൾ പാരമ്പര്യത്തിൽ കിടന്നവരായിരുന്നു. ഇന്നും നമ്മൾ ആ പാരമ്പര്യം ഇടയ്ക്കൊക്കെ ഈസ്റ്ററിനും ക്രിസ്മസിനും ഗുഡ് ഫ്രൈഡേക്കൊക്കെ അവിടെയും കൂടി പോയി ആ പരിപാടി ഉണ്ടോ നമുക്ക്? ഹല്ലേലൂയ. നമ്മളെ ദൈവം അതിൽ നിന്ന് വിട്ടുവെച്ചതാ. അല്ലെങ്കിൽ പ്രത്യേകമായ ദിവസങ്ങളും മാസങ്ങളും സീസണുകളും അതൊക്കെ ആചരിക്കുന്ന പരിപാടികൾ നമുക്കുണ്ടോ? അത് നമുക്ക് വേണ്ടാത്ത കാര്യമാണ്. പണ്ട് നമ്മൾ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവമായിട്ട് അടുക്കാൻ പറ്റാതെ ദൈവത്തിൽ നിന്ന് അകന്ന് കിടന്നു വരാം. അപ്പൊ പണ്ടത്തെ കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മൾ തുടരുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ സ്ത്രീകളായിരുന്നു അവർക്ക് അത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ അവരെ ശരിയാക്കിയില്ലെങ്കിൽ പിന്നെയും അവിടെ പ്രോബ്ലം ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പൊ പഴയ കാര്യങ്ങൾ, ദൈവം വിടുവിച്ച കാര്യങ്ങൾ, ദൈവത്തിന് ഹിതകരമല്ലാത്തത്, പണ്ടത്തെ നടപ്പ്, പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ, പണ്ടത്തെ പ്രാർത്ഥനാ രീതി, പണ്ടത്തെ ആരാധനാ രീതികൾ, പണ്ടത്തെ പാരമ്പര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇന്ന് ഈ സമയത്ത് രക്ഷിക്കപ്പെട്ട ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് മൊത്തമില്ല, എപ്പോഴുമില്ല, ഇടയ്ക്കിലൊക്കെ ഉണ്ടോ? സ്തോത്രം. ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നതല്ലേ, ഭൂമിയിലുള്ള ഈ നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പേൻ. ഹല്ലേലൂയ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെയാ ചെയ്യുന്നത്? അതാണ് റോമാലേഖനം അതിന്റെ റോമാലേഖനം 8 പറയുന്നു. റോമറിന്റെ 8
12 ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആമേൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്നാ? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇച്ചിരിയൊക്കെ ഇപ്പോഴും പാപം ഏത് ആണ് നമ്മുടെ ജീവിതത്തിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നെങ്കിലും നമ്മൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കും നമ്മൾ ദൈവസന്നിധി വരുന്നതും ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കൈകൊട്ടുന്നതും എല്ലാം. ഹല്ലേലൂയ. പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ആക്റ്റീവാണെങ്കിൽ സ്തോത്രം, നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവെ, ഈ ഏരിയ എനിക്ക് ശരിയാകാനുണ്ടപ്പാ, എന്നെ നീ സഹായിക്കണേ പരിശുദ്ധാത്മാവെ. പരിശുദ്ധാത്മാവിനാലേ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇതുതന്നെയാണ് കർത്താവ് റെവലേഷനകത്തും പറയുന്നത്. സ്തോത്രം. എഫേസസിലെ സഭ അവര് കള്ളന്മാരെ പിടിക്കാൻ പോകുന്നതിനെല്ലാം അവർ മുന്നിലാണ്. ഹല്ലേലൂയ. അതുപോലെ നിക്കലോവേരുടെ ഉപദേശം അവർ വെറുക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം കൊള്ളാം, എല്ലാം വെൽ ഡൺ ആണ്. പക്ഷേ കർത്താവ് ഒരു കാര്യം പറയുന്നതിന്റെ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയിലേക്ക് വരുന്നില്ല. അതിനാണ് കർത്താവ് അവിടെ എടുത്തു പറയുവാണ്, ഇതെല്ലാം കൊള്ളാം, പക്ഷെ കുഞ്ഞെ ആദ്യ സ്നേഹം പോയി. സ്തോത്രം. ആമേൻ. അത് ശരിയാക്കണം, അത് ശരിയാക്കിയെടുക്കണം. അങ്ങനെ ലൗകിക സഭയിലോട്ടേക്ക് വരുമ്പോഴത്തേക്കിന് എല്ലാരെയും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട അന്നും വന്ന് സന്തോഷത്തോടെ അങ്ങ് ഇരിക്കുവാണോ? എൻ്റെ അവസ്ഥ നിനക്ക് അറിയാവോ? നീ നിർഭാഗ്യന്, അരിഷ്ടൻ, കുരുടൻ, അതറിയാവോ? സ്തോത്രം. അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലും മോശയ്ക്കാണ് മനസ്സിലായത്, ഈ സ്ത്രീകൾ മിച്ചയിരുന്നാൽ ഇത് പ്രശ്നക്കാരാണ്. ആ ജനം അത് തിരിച്ചറിഞ്ഞേയില്ല. മോശ അവരോട് കോപിച്ച് പറഞ്ഞ ശേഷമാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി പിന്നീട് അതിനെ കൊല്ലുന്നത്. ഈ ശൗലിനും ഈ പറഞ്ഞിട്ട് അടിച്ച് മേത്തരമായ മൃഗത്തെയൊക്കെ ആടിനെയും മാടിനെയൊക്കെ കൊണ്ടുവന്നപ്പോഴും ശൗല് മനസ്സിലാക്കുന്നില്ല. പക്ഷെ ശമൂവേലിന് മനസ്സിലായി ഇത് ദൈവഹിതമല്ലാത്തതാണ്. ഹല്ലേലൂയ. അപ്പം ഇന്നും ദൈവമക്കളായ ശേഷവും നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണു മൂടപ്പെട്ടിട്ടുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും പണ്ടത്തെ ആ സ്വഭാവത്തിൽ ചിലത് എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. കർത്താവെ, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കത് നീ കാണിച്ചു തരണേ അപ്പച്ച. അത് ചിലപ്പോൾ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞതായിരിക്കും. കള്ളന്മാരുടെ പുറകെ പോയി നിക്കലോവരുടെ ഉപദേശമൊക്കെ പകച്ച്, പക്ഷെ ഇത് പോയത് നമ്മൾ തിരിച്ചറിയുന്നില്ലായിരിക്കും. അതിനാണ് പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഓരോ സഭയുടെ ഓരോരോ കാര്യങ്ങൾ എവിടെ കറക്ഷൻ ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സ്തോത്രം. അപ്പൊ പല കാര്യങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. പക്ഷെ എന്നാലും പരിശുദ്ധാത്മാവിന് ഒരു കുഞ്ഞ് ഇതുകൂടി ശരിയാകാനുണ്ട്. ഇത് നിന്നാൽ ഓക്കെ ആകത്തില്ല. ആമേൻ. അവിടെ നമുക്ക് നമ്മുടെ കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. യേശുപ്പച്ച, ഞങ്ങൾക്ക് മറഞ്ഞു കിടക്കുന്നത്, ഹല്ലേലൂയ, ഞങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുന്നത് ഇടയ്ക്ക് ചെയ്യുന്നതായിരിക്കാം, വല്ലപ്പോഴും തിരിഞ്ഞു നോക്കുന്നതായിരിക്കാം. പക്ഷെ ഇതൊന്നും വേണ്ട. ദൈവത്തിന് ഹിതമല്ലാത്തതാണെങ്കിൽ അതിനെ നമ്മളായിട്ട് ന്യായീകരിക്കാതെ, ആത്മീയതയുടെ മറവിൽ ന്യായീകരിക്കാതെ, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പേരിൽ വീട്ടുകാർ പറഞ്ഞിട്ടാണ്, അവര് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞിട്ടാണ്, അവരുടെ മറവിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാതെ, സ്തോത്രം, ഹല്ലേലൂയ. ഇനി അത് നമ്മുടെ കോപ സ്വഭാവമാകട്ടെ. ബൈബിളിനകത്ത് പറയുന്ന കോപത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതിന്റെ കാരണം മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കോപത്തോടെ ഇരുന്നാൽ നമുക്കത് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പിടിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആ പഴയ ലൈഫ് സ്റ്റൈൽ പോലെ തന്നെ ഇന്നും ആക്റ്റീവായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഹൗ യു കെപ്റ്റ് ദീസ് വുമൺ അലൈവ്. ഹല്ലേലൂയ. ഏത് സ്ത്രീയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഏത് പാപ സ്വഭാവമാണ് നമ്മൾ ഇന്നും വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയാതെ? അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാം. യേശുപ്പച്ച, ഞങ്ങളെ സഹായിക്കണം. ഈ ഭൂമിയിലുള്ള ഞങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കേണ്ടതിനെ എല്ലാം മരിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇച്ചിരി അല്ല, അവിടെ ഇവിടെയല്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എന്തിനെയൊക്കെ മരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതിനെ എല്ലാം മരിപ്പിക്കണം. പകുതി മരിപ്പിച്ചേച്ച് കർത്താവേ എന്ന് പറഞ്ഞ് നിൽക്കാനല്ല യേശുപ്പച്ചൻ ആഗ്രഹിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ഇനി അടുത്ത വിഷയത്തിനെ ഡീൽ ചെയ്യുക, അടുത്തതിനെ ഡീൽ ചെയ്യുക. അങ്ങനെ കർത്താവ് നമ്മളെ സഹായിക്കും. പക്ഷെ ഇതെല്ലാം കർത്താവിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പച്ച, ഇതെനിക്ക് വേണ്ടി ഇതിനിൽ നിന്ന് മാറ്റി തരണം. എൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് എനിക്ക് മടങ്ങി വരുവാൻ എനിക്ക് കൃപ തരണം കർത്താവേ. അപ്പച്ച, സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അനുഗ്രഹത്തിന്റെ മറവില് ഞാൻ ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ എങ്ങനെ ഇരിക്കുക, എൻ്റെ ആത്മീയ സ്ഥിതി ഇതാ കർത്താവേ. എന്നെ നീ ഒന്ന് വിശ്വാസത്തിൽ സമ്പന്നയാക്കണം.
എൻ്റെ കണ്ണൊന്ന് തുറന്നു തരണം കർത്താവെ. ഹാലേലൂയ. എൻ്റെ സ്വയം നീതീകരണം എല്ലാം എടുത്തു മാറ്റണം. ഞാനല്ലാതെ അനുഗ്രഹത്തിന്റെ മറവിലിരുന്ന് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം ഒരു ചൂടുമല്ല തണുപ്പുമല്ല എന്നുള്ള പരുവത്തിൽ ഇരുന്നാൽ ഞാൻ തിരിച്ചറിയാതെ ഇരിക്കുന്ന ഒരു തലത്തിൽ പോകാൻ അനുവദിക്കരുത് കർത്താവെ. എനിക്ക് ആ ഏരിയയിൽ മാനസാന്തരപ്പെടാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ. ഹല്ലേലൂയ. അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഓരോ സഭകൾക്കുമുള്ള ദൂത് ദൈവത്തിന്റെ ആത്മാവ് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അവരുടെ നല്ല കാര്യം പറയുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ അതുകൊണ്ട് അവിടെ പൂർണ്ണമാകുന്നില്ല. കർത്താവ് പറയാണ് ഓവർകം ചെയ്യണം എന്ന് വെച്ചാൽ എന്നാ? മരിപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മരിപ്പിച്ചു കളയണം. ജീവനോടെ വെക്കരുതാത്തതിനെ ജീവനോടെ വെക്കരുത്. ജീവനോടെ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അസാരം പുളിമാവ്. സ്തോത്രം. ഈസ്റ്റർ ശകലം മതി ആ മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്ന പോലെ ഈ ഒരു കൊച്ചു കാര്യം മതിയായിരിക്കും നമ്മുടെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് ഹിതകരമല്ലാത്ത രീതിയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വലിയൊരു പാപത്തിലേക്ക് കൊണ്ട് വീഴിക്കാൻ അത് മതിയായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദ് ഒത്തിരി പാപങ്ങളൊന്നും ചെയ്തില്ല. സ്തോത്രം. ആ ബത്ശബയുടെ വിഷയത്തിലാണ് അവർ ഒറ്റ കാരണം കൊണ്ട് അവരുടെ കുടുംബം തന്നെ എന്തെല്ലാം വാളിനെതിരെ ഇരയായി തീർന്നു. സ്തോത്രം. ആ ഒറ്റ കാരണം മതിയായിരുന്നു. സ്തോത്രം. യൂദാസിന്റെ കാര്യം നമുക്കറിയാം. ആ ഒരു ഒറ്റ ഇസ്കു സ്വഭാവം, ആ ഒരു സ്വഭാവം വളർത്തി എന്തുപറ്റി? അവസാനം ധനമോഹം. പിന്നെ എന്തുപറ്റി? പിന്നീടാണ്ട് ദൈവം നമുക്കറിയാം. ബാക്കി കഥ പറയേണ്ട കാര്യമില്ല. കാരണം അതിനെ ഡീൽ ചെയ്തിരുന്നെങ്കിൽ സ്തോത്രം അത് ഇത്രയും മുളച്ചു വരത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അത് ഉപദേശപശകായിക്കോട്ടെ, അതേതെല്ലാം കള്ളപ്രവചനമാകട്ടെ, എന്താ നമ്മൾ തിരിച്ചറിയാതെ അങ്ങനെ ഇരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ സ്വഭാവ രീതിയാകട്ടെ, നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാരമ്പര്യങ്ങളാവട്ടെ, എന്ത് കർത്താവ് മാറ്റിക്കളയാൻ പറയുന്നു അത് നമുക്ക് എടുത്ത് മാറ്റിക്കളയാം. ജീവനോടെ വെക്കണ്ട എന്ന് കർത്താവ് പറയും, നമുക്ക് വെക്കണ്ട. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കാൻ സ്തോത്രം നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവച്ച ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവിനാൽ നമുക്കിത് സാധ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പച്ച നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾക്ക് തന്ന നല്ല വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അപ്പച്ച. ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ അപ്പച്ച സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, ഭൂമിയിലുള്ള ഞങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവാൻ കർത്താവെ, ഇതിൽ ഇനിയും മരിക്കാതെ വണ്ണം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഏത് പാപ സ്വഭാവമാണെങ്കിലും ഇതിനെ ഒന്നും ഞങ്ങൾ വെച്ചുകൊണ്ട് കർത്താവ് എന്റർടൈൻ ചെയ്യാനോ, ഇതൊന്നും കർത്താവ് ഇതൊക്കെ ഞങ്ങളുടെ ബലഹീനതയാണെന്ന് പറഞ്ഞാൽ അതിന്റെ മറവിൽ സൂക്ഷിക്കുവാനോ, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, നാട്ടുകാർക്ക് ഇഷ്ടമല്ല, ഈ അവര് കാരണം ഇവര് കാരണം എന്ന് പറഞ്ഞൊരു എക്സ്ക്യൂസിന്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവം അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാനോ ഇടയാകുന്ന ഒരു തലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് കർത്താവെ. അതിന് പകരം സകലതും കർത്താവിന്റെ കാര്യങ്ങളിൽ സറണ്ടർ ചെയ്ത് പരിശുദ്ധാത്മാവിനാൽ ദൈവഗതമല്ലാത്ത സകല പ്രവൃത്തികളും, ദൈവഗതമല്ലാത്ത ചിന്തകളും പ്രവർത്തന രീതികളും കർത്താവെ സ്തോത്രം സകലത്തിന്റെ മേലും കർത്താവെ സ്തോത്രം മരിപ്പിക്കേണ്ടതിനെ എല്ലാം പരിശുദ്ധാത്മാവിനാൽ മരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അപ്പച്ചൻ സഹായിക്കുന്നതേക്കായി നന്ദി. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥ, സകല മഹത്വം ഞങ്ങളുടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നപ്പ എല്ലാം ഞങ്ങളുടെ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ എനിക്ക് മനസ്സിൽ റെക്കോർഡ് ചെയ്യേണ്ട സിസ്റ്റർ